രാഗാതിരോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസൃതാൻ അശേഷാൻ ഔത്സുക്യമോഹാരതിതാൻ ജഘാന യോ അപൂർവവൈദ്യായ നമോസ്തു തസ്മൈ. ഈ പ്രാർത്ഥനയോടുകൂടി ഈ സദസ്സിനെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ആയുർവേദത്തിൻ്റെ പ്രസക്തി ആധുനിക കാലഘട്ടത്തിൽ എൻ്റെ അനുഭവങ്ങൾ വെച്ച് ഒരു 3 മാസം മുമ്പ് നിഷ ഈ കണ്ട ഡോക്യുമെൻ്ററിയുടെ സംവിധായക ആൻഡ് ഫൈബ്രോമയോളജിയുടെ ഒരു വിക്ടിം, അവർ എന്നെ വിളിച്ച് സംസാരിക്കാനുണ്ടായ കാരണം നമ്മുടെ വിനോദ് കുറുപ്പത്ത് എൻ്റെ ബാല്യകാല സുഹൃത്താണ്. അവർ ഇങ്ങനെയൊരു രോഗത്തിനെ പറ്റി ചികിത്സിക്കണമെന്ന് ഇങ്ങനെയൊരു രോഗത്തിനെ പറ്റിയിട്ട് ഒരു പ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു. ഈ അസുഖത്തെപ്പറ്റി ഞാൻ 18 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേട്ടിട്ടുണ്ട്. നമ്മളുടെ ആയുർവേദ ആതുരാലയം കോയമ്പത്തൂരിൽ 2008 സ്ഥാപിതമായതാണ്. അവിടെ വരുന്ന ഒട്ടുമിക്ക ഒരു 98% ആളുകളും വിദേശത്തു നിന്ന് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു അസുഖത്തിനെ പറ്റിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ അന്നു മുതലേ ഉണ്ട്. അന്നത്തെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊരു മാരകമായിട്ടുള്ളൊരു അസുഖമായിട്ട് തോന്നിയിട്ടില്ല. അതിൻ്റെ പ്രോഗ്നോസിസ്, സാധ്യത, ലക്ഷണങ്ങളെല്ലാം വളരെ അനുകൂലമായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ആതുരാലയത്തിൻ്റെ, വൈദ്യഗ്രാമ എന്ന ആതുരാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ അന്നു മുതലേ ആയുർവേദ ചികിത്സയും അതിനോടുകൂടെ ആത്മീയ ചര്യകളും അവിടെ പ്രാവർത്തികമാക്കിയിരുന്നു. ഞാൻ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് അഷ്ടാംഗ ഹൃദയം എന്ന ഒരു ശാസ്ത്ര പുസ്തകത്തിൽ, ഗ്രന്ഥത്തിൽ നിന്നെടുത്തിട്ടുള്ള ആദ്യത്തെ ശ്ലോകമാണ്. ആ ശ്ലോകത്തിൻ്റെ വിവരണം കേട്ടുകഴിഞ്ഞാൽ ഫൈബ്രോമയോളജിക്കുള്ള ചികിത്സയായി. രാഗാതിരോഗാൻ സതതാനുഷക്താൻ അശേഷകായ പ്രസൃതാൻ അശേഷാൻ ഔത്സുക്യ മോഹ അരതിതാൻ ജഘാന യോ അപൂർവവൈദ്യായ നമോസ്തു തസ്മൈ. ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സാർ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഫൈബ്രോമയാൾജിയുടെ കാരണം വന്ന് ശരീരത്തിലുണ്ടാകുന്ന
ഡ്രൈനെസ് ആണ്. ശരീരത്തിലുണ്ടാകുന്ന ഡ്രൈനെസ്, ഇറ്റ് ക്യാൻ ബി ഫിസിക്കലി ഓർ മെൻ്റലി. എങ്ങനെയാണ് ഡ്രൈനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നിഗ്ധതയുടെ അഭാവം. സ്നിഗ്ധതയുടെ അഭാവം മാനസിക തലത്തിൽ പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അഭാവം. ശാരീരിക ഭാഷയിൽ സ്നിഗ്ധത, ശരീരത്തിൽ ഡ്രൈനെസ്. സ്നിഗ്ധത അത് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ വിശദീകരണം, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഈസ് ചൂർണാതി പിണ്ഡീഭാവ സഹേതു സസ്നിഗ്ധ. ഡ്രൈ, രൂക്ഷമായിട്ടുള്ള രണ്ട് മോളിക്യൂൾ അതിനെ ചേർത്ത് നിർത്തുന്ന, അതിനെ ബൈൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു എനർജി. ആ എനർജിയാണ് സ്നിഗ്ധത എന്ന് പറയുന്നത്. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ്. രണ്ട് രൂക്ഷമായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഹൃദയങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഒരു പ്രഭാവം, അതാണ് സ്നേഹം. നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിനോട് സ്നേഹമുണ്ടോ? നമ്മളുടെ ഈച്ച് ആൻഡ് എവരി സെൽസ് അവരെന്താണ് ചെയ്യുന്നത്? അവർ നമ്മളുടെ ജീവിതം നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ആ പ്രകൃത്യാ ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്, അതിനെ നമ്മൾ ഒരു ദൈവികത്വം കൽപ്പിക്കാതെ നമ്മളതിനെ ചൂഷണം ചെയ്യുന്നു, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ ശരീരത്തിനോട് നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സ്നേഹം നമ്മൾ ഉണർന്നിരിക്കുന്നത് മുതൽ ഉറങ്ങുന്നവരെ ചെയ്താൽ ഈ അസുഖം ഉണ്ടാവില്ല. ഞാൻ പറയാൻ വന്ന കാര്യം ഒന്നുകൂടി പറയാണ്. രാഗാദി രോഗാൻ സതതാനുഷക്താൻ. രോഗങ്ങളെല്ലാം രാഗാദികൾ മൂലമാണ് ഉണ്ടാകുന്നത്. രാഗാദികൾ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ 6 നെഗറ്റീവ് പ്രാക്ടീസസ്. എല്ലാം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസസ് ആണ്. 6 പ്രാക്ടീസസ് രാഗാദികൾ. രാഗ, ലോഭ, ഈർഷ്യ, ദ്വേഷ, മത, മാത്സര്യ. These are the 6 negative emotions of the mind, which is solely focused on the selfishness, സ്വാർത്ഥത. സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ 6 കാര്യങ്ങളും ചെയ്യുന്നത്. രാഗം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. ഞാനിവിടെ ജനിച്ചത് എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനാണ്, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഈ ഒരു ചിന്ത അതിരുകടക്കുമ്പോൾ അത് ലോഭമാവുന്നു, അത്യാഗ്രഹമാവുന്നു. ആ അത്യാഗ്രഹത്തിൽ നിന്ന് ഈർഷ്യയുണ്ടാവുന്നു, അസൂയ ഉണ്ടാവുന്നു, എൻവിയസ് ഉണ്ടാവുന്നു, ജലസ്. ദെൻ മോഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹം ഈസ് ഓൾസോ മതം, ഇൻടോക്സിക്കേഷൻ. ആഗ്രഹം പൂർത്തിയാകാണ്ട് വരുമ്പോൾ നമ്മൾ ഇൻടോക്സിക്കേറ്റിംഗ് പ്രാക്ടീസസ്, അതായത് ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതാണ് കഞ്ചാവ്, സിഗരറ്റ്, മദ്യം, ഇത്തരം
മനസ്സിന് മാത്രം സാന്ത്വനം നൽകുക, മനസ്സിന് മാത്രം സുഖം നൽകുന്ന, അതേപോലെ അത് ശരീരത്തിന് ദോഷം ചെയ്യുന്ന സാധനങ്ങളെ കൊണ്ട് ഉള്ള ഉപയോഗം. പിന്നെ മാത്സര്യം മീൻസ് കോമ്പറ്റീറ്റീവ്നെസ്, മത്സരബുദ്ധി. ഇതെല്ലാം നമ്മളുടെ മാനസികാവസ്ഥയ്ക്ക് അനുകൂലമാവുകയും പക്ഷേ അത് ശരീരത്തിന് പ്രതികൂലമാവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രാക്ടീസ് ആണ് നമ്മളുടെ ശരീരത്തിനെ രൂക്ഷമാവാനുള്ള കാരണം. ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞാൽ മസിൽസ് എല്ലാം ഫൈബർ പോലെയാവും, കട്ടിപിടിക്കുന്നു. ദർ ഈസ് നോ സ്നിഗ്ധത, ആ സ്നിഗ്ധത ഇല്ലായ്മ. ഈ ഒരു സ്നേഹത്തോടുകൂടി നമ്മുടെ ശരീരത്തെ കാണുകയാണെങ്കിൽ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ദിനചര്യകൾ, ഡെയിലി റുട്ടീൻ, രാവിലെ മുതൽ വൈകിട്ട് വരെ കിടന്നുറങ്ങുന്നതുവരെ, രാത്രി കിടന്നുറങ്ങാനുള്ളതാണ്. നമ്മൾ രാത്രി ഇപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ കണ്ടു, ഡ്യൂറിങ് ദ സ്ലീപ്പിംഗ് ടൈം ഷീ ഈസ് ഡൂയിങ് ദ washing machine and she is using those kind of activities. She is not resting, sleeping. രാത്രി ജാഗരണം രൂക്ഷം. രാത്രി ഉറക്കം വച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം വീണ്ടും രൂക്ഷമാവും. അപ്പോൾ കിടക്കണം, നമ്മൾ ശരീരത്തിനെ റെസ്റ്റ് ചെയ്യാൻ കിടക്കണം. അത് കിടക്കാതെ നമ്മൾ 10 മണി മുതൽ 2 മണി വരേക്കും നമ്മൾ ഓരോ ആക്ടിവിറ്റീസായിട്ട് നടക്കും. അപ്പോൾ ദാറ്റ് വിൽ ക്രിയേറ്റ് ദ ഡ്രൈനെസ്. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ സാറ് പറഞ്ഞ പോലെ ദിനചര്യ, ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ, ഇതെല്ലാനും കൊണ്ടുവന്ന് തന്നാൽ തന്നെ ഇപ്പോൾ ഉള്ള മിക്ക അസുഖങ്ങളും നമുക്ക് ഈസിയായി മാറ്റാൻ കഴിയും. അന്ന് കാലത്ത് ഫൈബ്രോമയാൾജിയ വന്ന കേസുകളിൽ ഞങ്ങൾ ഇത് രണ്ടും, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും, ആയുർവേദത്തിലെ ദിനചര്യയെ പറ്റി പഠിപ്പിക്കും, കൂടാതെ ആയുർവേദത്തിലുള്ള ഡ്രൈനെസ് മാറ്റാനുള്ള ആയുർവേദ ചികിത്സകൾ. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഡ്രൈനെസ് കൂടുമ്പോൾ വീസേ വാതകോപം, വാദം വിൽ ബി ഇൻക്രീസ്, വാതകോപം ഉണ്ടാവും. അപ്പോൾ വാതകോപമാണ് പ്രധാനമായിട്ടും വേദനയ്ക്കുള്ള കാരണം. 2 തരത്തിലാണ് വാതകോപം ഉണ്ടാവുക: ധാതുക്ഷയം ആൻഡ് ആവരണം. ധാതുക്ഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാതുവിൻ്റെ രൂക്ഷത സംഭവിക്കുക. 7 ധാതുക്കളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ആ ധാതുക്കൾക്ക് രൂക്ഷത വരുന്നു. ആ രൂക്ഷത വരുമ്പോൾ അതിൻ്റെ ഫങ്ഷൻ അതിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വാദം കോപിക്കും. വാദം കോപിക്കുമ്പോൾ വേദന ഉണ്ടാവും. എങ്ങനെയാണ് വാദം കുറയ്ക്കേണ്ടത്? വി ഹാവ് ടു പുട്ട് ദ ഓയിൽ എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേർണലി, വാദ പാസിഫയിങ് ട്രീറ്റ്മെൻറ്റ്സ്, പ്രോട്ടോകോൾസ്, മെഡിസിൻസ്. ഇതെല്ലാം ചെയ്ത് 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴേക്കും they are having very good result on the pain. Pain is controlled. അത് വെറും മരുന്നുകൾ കൊണ്ട് മാത്രമല്ല. ഞാൻ പറയുന്നത് ആ ഡെയിലി റുട്ടീൻ പ്രാക്ടീസസ്, രാവിലെ നേരത്തെ എണീക്കുക, അഭ്യംഗം ചെയ്യുക, മറ്റുള്ള ക്ലെൻലിനെസ് പ്രോസസ് ചെയ്യുക, വ്യായാമം ചെയ്യുക, ഇങ്ങനത്തെ ആ ഡിസിപ്ലിൻ, ദ വേ ഓഫ് ഡിസിപ്ലിൻ ടോൾഡ് in our text. If we follow that, surely we can
completely, I am saying that completely we can manage this fibromyalgia. ഫൈബ്രോമയാൾജിയ മാത്രമല്ല, എല്ലാ അസുഖങ്ങളും if we follow by loving the body, നമ്മളുടെ ശരീരം എക്സ്റ്റേണൽ പറയുകയാണെങ്കിൽ 5 സെൻസ് ഓർഗൻസ് ആണ്. ആ 5 സെൻസ് ഓർഗൻസിനെയും ഹെൽത്തി ആക്കി വെക്കുക, വൃത്തിയാക്കി വെക്കുക. ഈ ഒരു പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ we will don't have any diseases, and minimizing the unnatural artificial junk foods and also chemically treated drugs or whatever. ഇതെല്ലാനും നമ്മൾ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഫൈബ്രോമയാൾജിയ എന്നതൊരു മാരകമായിട്ടുള്ള രോഗമല്ല. അത് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. Last, I think the years ago, the 18 and 17 years ago, it was very emergency disease during those days. But now it is not that much is heard in my hospital, because they know this is the way it has to be practiced along with the Ayurveda way of life. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇതിനൊരു വേദി തന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആൻഡ്